പട്ടാമ്പി 112 നേർച്ച ഈ വരുന്ന ശനി ഞായർ മാർച്ച് 28, 29 ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. ഇപ്രാവശ്യം വളരെ നല്ല രീതിയിൽ ഭംഗിയായി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്രാഘോഷ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. 50ഓളം ഉപവാസ കമ്മിറ്റികൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഇപ്രാവശ്യം 29-ാം തീയതി നടക്കുന്നത്. 28-ാം തീയതി പല ഉപവാസ കമ്മിറ്റികളുടെ, അതായത് അവരുടെ സ്ഥലത്ത് ഗാനമേളയും ഒപ്പനയും അവരുടെ നാട്ടിലെ കലാകാരന്മാരുടെ പരിപാടികളും അരങ്ങേറുന്നുണ്ട്. ഇപ്രാവശ്യം പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സാധാരണ നമുക്ക് ഘോഷയാത്രയ്ക്ക് വൈകിട്ട് നടക്കുന്ന ഘോഷയാത്രയ്ക്ക് 10 മണി വരെയാണ് പോലീസിൻ്റെ അനുമതി ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമുക്കത് നീട്ടിക്കിട്ടിയിട്ടുണ്ട്. ആ നിയമം ഹൈക്കോടതി പോയിട്ട് നമുക്ക് 12 മണി വരെ ആക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ 10 മണി വരെ നടക്കുന്ന 10 മണി വരേക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് പല ഉപവാസ കമ്മിറ്റികൾക്കും ജാറത്തിൽ വന്ന് പോകാനോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്താനോ കഴിയാതെ വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം ഇപ്രാവശ്യം ഉണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലം പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത ഉണ്ടായത് ഈ പ്രശ്നം കാരണമാണ്. 10 മണിക്ക് അവസാനിക്കുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ ഉപവാസ കമ്മിറ്റികളും പോലീസും അതുപോലെ മറ്റുള്ള കേന്ദ്ര കമ്മിറ്റിയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം എന്തായാലും അതുണ്ടാവില്ല. 12 മണി വരെ പരിപാടി നടത്താൻ, ഘോഷയാത്ര നടത്താൻ അനുമതി ഹൈക്കോടതി തന്നിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പട്ടാമ്പി നേർച്ച വളരെ നല്ല രീതിയിൽ നടത്താൻ, കാണാനും അതേപോലെ വന്നവർക്ക് ആസ്വദിച്ച് പോകാനും പ്രാവശ്യം സമയം കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഇത്തവണ സമയം കൂട്ടി വാങ്ങാനുള്ളൊരു കാരണം, വർഷങ്ങളായി 60ഓളം കമ്മിറ്റികളുള്ള ഈ പട്ടാമ്പി നേർച്ചയിൽ ഘോഷയാത്ര ആരംഭിക്കുമ്പോൾ തന്നെ 7 മണി 8 മണിയോളം ആവും. കാരണം ഓരോ പഞ്ചായത്തിൽ നിന്നും ആനകൾ വരണമെങ്കിൽ 5 മണിക്ക് ശേഷമാണ് ഈ ആനകൾക്ക് ചമയം കെട്ടാൻ കഴിയൂ. അതുവരെ ഭയങ്കര വെയിലായതിനാൽ ഈ 5 മണി സമയത്താണ് ഓരോ കമ്മിറ്റിക്കും ഇറങ്ങാൻ കഴിയാറുള്ളൂ. അതുകൊണ്ടാണ് അപ്പോൾ ഈ അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ ഈ 60ഓളം കമ്മിറ്റി കടന്നു പോകാനുള്ള സമയം 10 മണി ആകുമ്പോഴേക്കും 25ഓളം കമ്മിറ്റി അല്ലെങ്കിൽ 30ഓളം കമ്മിറ്റികൾക്ക് മാത്രമേ കടന്നു പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ബുദ്ധിമുട്ടായി കേന്ദ്ര കമ്മിറ്റിക്ക് അനുഭവപ്പെട്ടപ്പോൾ ഇത്തവണ കേന്ദ്ര കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിക്കാനുണ്ടായത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി സമയം അനുവദിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. മുഴുവൻ ടീമുകൾക്കും കടന്നു പോകാനുള്ള, അതായത് യാറം സന്ദർശിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി തിരിക്കാനുള്ള സമയം തന്നതിൽ വളരെയധികം സന്തോഷം. അതുകൊണ്ട് ഇത്തവണ നേർച്ച വളരെ ഭംഗിയായി നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നീ ആരാ കാത്തുക്കുന്നു? അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇതിലൊന്നുമില്ലല്ലോ. വേണ്ടതിലധികം ഇതിലുണ്ട്. കുടുംബിനി സൂപ്പർ മാർക്കറ്റിന്റെ സമ്മർ കൂൾ ഫിയസ്റ്റ നറുക്കെടുപ്പ് സമ്മാന പദ്ധതിയിലൂടെ നേടൂ കൈനിറയെ സമ്മാനങ്ങൾ. കുടുംബിനി സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ സമ്മർ കൂൾ ഫിയസ്റ്റ. ഷോപ്പിംഗിന് ആനന്ദകരവും ആദായകരവും. കുടുംബിനി സൂപ്പർ മാർക്കറ്റ്, കുളപ്പള്ളി, പട്ടാമ്പി, ഷൊർണൂർ.